ഇനിയോ ഗീതം. വേറൊരു ഭാഗത്ത് യോഷിത്തുകളിലെ ഗീതം, സംഗീതം, പാട്ട് പാടുന്ന ശബ്ദം. യോഷിത്തുകൾ സ്ത്രീകൾ പാട്ട് പാടുന്നതിൻ്റെ ശബ്ദം. അതെന്താ പദം? ഒരു ഭാഗത്ത് മദ്ദളം, ഭേരി, കാഹളം, അതുണ്ടായിരുന്നു. കാഹളത്തിൻ്റെ ശബ്ദം ഒരു ഭാഗത്ത്. പിന്നെ സ്ത്രീകളുടെ കാര്യം പറഞ്ഞപ്പോഴാട്ടോ വെളിച്ചം വേണം കാണണം എന്നുണ്ടെങ്കിൽ വെച്ചിട്ടാ. ബാക്കിയുള്ളത് കണ്ടില്ലെങ്കിൽ വിരോധമില്ല, അതാണെങ്കിൽ കാണണമല്ലോ. സ്ത്രീ ആവുമ്പോൾ കാണാനും കേൾക്കാനും ഉണ്ടാവുള്ളൂ എന്ന് നിരീക്ഷിച്ചിട്ടാന്നാ തോന്നുന്നത് ആ വെളിച്ചം തന്നത്. അപ്പോൾ ഗീതം പാട്ടെന്നെ സുഖമായിട്ടുള്ളതാണ്. ആസ്വദിക്കാൻ താല്പര്യമുള്ളവർക്ക്, കേൾക്കാൻ ഇഷ്ടമുള്ളവർക്ക് പാട്ട് കേൾക്കാൻ നല്ല ഇഷ്ടമാണ്. അത് സ്ത്രീകളാവുമ്പോഴോ കുറേ കൂടി സ്ത്രീകളുടെ ശബ്ദം, സൗകുമാര്യം അധികമായിട്ട് അതിലിങ്ങനെ പാട്ട് പാടുന്നത് കേൾക്കാൻ സുഖമാണ്. പാടാനും വശമുള്ള കൂട്ടത്തിലല്ലേ, പാടിപ്പിക്കാനും വശമുള്ള കൂട്ടത്തിലല്ലേ. അപ്പോൾ അത് കേൾക്കാനും സുഖമാണ്. സ്ത്രീകളുടെ എടുത്തു പറയാൻ എന്താ, മറ്റുള്ളവരെ സ്ത്രീകളുടെ സംഗീതത്തിന് കുറച്ച് പ്രത്യേകത അധികമുണ്ട്. അവർ പാടുമ്പോൾ അതിന് കേൾക്കാനും ശബ്ദസുഖം കൂടും. ശബ്ദസുഖം മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല കേട്ടോ, പാടാനും